മനാഫ് ഒരു എം.എൽ.എയോ അല്ലെങ്കിൽ മന്ത്രിയോ ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് ഒരുപാട് വലിയ വലിയ ഫണ്ടുകൾ പിരിച്ച് വലിയ ചാരിറ്റി ചെയ്യുന്ന ഒരാളായി മാറാനും സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ കരച്ചിലും ആ വീഡിയോയുടെ മുമ്പിൽ വന്നിന്നുള്ള മെഴുകലും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതാവാനുള്ള സാധ്യത. ആൻഡ് ഓൾസോ ഇപ്പോൾ കുടുംബം പറഞ്ഞ കാര്യങ്ങളും കൂടെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ബിക്കോസ് നമ്മൾ പല രീതിയിൽ കുടുംബത്തിന്റെയും മനാഫിന്റെയും പ്രതികരണങ്ങൾ പലപ്പോഴുള്ളത് എടുത്ത് നോക്കുമ്പോൾ സ്വന്തം കുടുംബത്തിന് പെറ്റു വളർത്തിയ അമ്മയ്ക്ക്, കൂടെ താമസിച്ച ഭാര്യയ്ക്ക്, സഹോദരങ്ങൾക്കില്ലാത്ത ഒരു വിങ്ങലാണ്. പറയുമ്പോഴെല്ലാം കണ്ണു നിറയുന്നു. ആ ഒരു വിങ്ങല് ഇയാൾക്ക് ഒത്തിരി വരാറുണ്ട്. അത് കുടുംബത്തിന് വരാറില്ല. അപ്പോൾ അതിൽ നിന്ന് കൂടുതലും നമ്മളുടെ ആളുകൾ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കരയുന്ന ആള് ആത്മാർത്ഥമുള്ളവരും മറ്റേ കുടുംബത്തിന് ആത്മാർത്ഥം ഇല്ലാത്തതുകൊണ്ട് കരയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കള്ളൻ ആരാ റിയൽ ആരാന്ന് മനസ്സിലാവൂല. ഈ ജെനുവിനായിട്ട് പ്രതികരിക്കുകയും കൂടുതൽ വന്ന് കരഞ്ഞു മെഴുകി ഷോ ഓഫ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ അഴുക്കാണ്, ബാക്കിയുള്ളവരൊക്കെ നല്ലതാണെന്ന് കരുതുന്ന ഒരാൾക്കാരാണ് നമ്മൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ കേരളം ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും പല രീതിയിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നതും. ബിക്കോസ് നമ്മൾ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അതിപ്പോൾ ഏത് പാർട്ടി ആണെങ്കിലും ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും നമുക്ക് പാളിച്ചകൾ പറ്റാറുണ്ട്. ബിക്കോസ് നമ്മൾ ഇവിടെ ഈ പല ഷോ ഓഫിൽ വീണ് പോകാറുണ്ട്. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ മുതുകാടിനെ ഒരു ഒരു ഇതിലെടുത്ത് വെച്ചേക്കുമായിരുന്നു. പുള്ളി എന്തോ ഒരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിരുന്ന ഇത്രയും ആളുകൾ തന്നെ പിന്നീട് പുള്ളിയെ താഴെയിട്ട് ചവിട്ടുകയും ചെയ്തു, റിയാലിറ്റി മനസ്സിലാക്കിയ സമയത്ത്. അപ്പോൾ അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇതൊക്കെ ഒരു പോയിന്റ് കഴിഞ്ഞ് അവർ നേടേണ്ടതെല്ലാം നേടിയതിന് ശേഷം, അല്ലെ നമുക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ ഒരു കാര്യം. അർജുന്റെ ഫാമിലി കരയുന്നില്ല, അവർക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറേ മെസ്സേജസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളുടെ അച്ഛന്മാർ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, ഭർത്താവ്, മക്കൾ, അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മരണം നടന്നിട്ടുള്ള ഒരു കുടുംബമാണ് നമ്മളുടേത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, മരണം അവിചാരിതമായിട്ട് പെട്ടെന്ന് മരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഭയങ്കര അലമുറയിട്ട് കരയും. കുറച്ച് നമ്മൾ എക്സ്പെക്റ്റഡ് ആണെങ്കിൽ അത്രയും കരച്ചിലുണ്ടാവില്ല. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാണ് അടക്കം വെക്കുന്നതെങ്കിൽ അന്നേരം കരച്ചിലിന്റെ ആക്കം കുറയും. നെക്സ്റ്റ് ഡേ തന്നെ അടക്കമാണെങ്കിൽ കരച്ചിലിന്റെ ആക്കം കൂടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. അതുപോലെ തന്നെ അടക്കത്തിന് ശേഷം നമ്മൾ പെട്ടെന്ന് നോർമൽ ആകുകയാണ്. അല്ലാതെ നമ്മൾ പിന്നെയും പിന്നെയും കരഞ്ഞു കിടക്കുന്ന ആ ഒരു സ്റ്റേജ് ഒന്നും ഇന്ന് പലയിടത്തും ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് റിയാലിറ്റി ഗ്രാജുവലി അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞ പോലെയാണ് ആ ഫാമിലിയും. അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു. എപ്പോഴും കരഞ്ഞിരുന്ന് കാണിക്കണം എന്നൊന്നുമില്ല. ഈ വിഷമം ഉള്ളിലുണ്ട് എന്നുള്ളത് കാണിക്കണമെങ്കിൽ കരയണമെന്നില്ല. അപ്പൊ ആ ഒരു സംഭവം അന്ന് അവരെ അത് പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്ന മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എന്താണ് ആളുകൾ റിയാലിറ്റി മനസ്സിലാക്കാത്തതെന്ന്. മനാഫിനാണെങ്കിൽ അർജുന്റെ കാര്യം പറയുമ്പോൾ 72 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കരച്ചിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പൊ അർജുന്റെ ഫാമിലി എന്താണ് പറയുന്നത്? മനാഫ് അവരെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നേ ഇല്ല. മനാഫ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മനാഫ് അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുനോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകി എങ്ങനെങ്കിലും കിട്ടണം എന്നുകൊണ്ട് മാത്രമല്ല. അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ 72 ഡേയ്സും ഈ കേരളം മൊത്തം, ലോകം മൊത്തം, ഐ മീൻ ലോകത്തുള്ള എല്ലാ മലയാളികളും ഉറ്റുനോക്കിയിരുന്ന, നോട്ട് ഓൺലി മലയാളികൾ ഉറ്റുനോക്കിയിരുന്ന ഒരു ഇൻസിഡന്റ് ആണിത്. അപ്പൊ അത് അവിടെ ഒരു നല്ലൊരു എന്താ പറയുന്നത്, ലൈം ലൈറ്റിൽ വരാനും ഹൈപ്പ് കിട്ടാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അത് പുള്ളി ഒരു രീതിയിലും കളഞ്ഞിട്ടില്ല എന്നുള്ളത് എപ്പോ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ബിക്കോസ് അർജുന്റെ കുടുംബത്തിലെ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ജിതിനൊക്കെ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും കൊടുക്കുന്നതിനെക്കാട്ടിലും ബൈറ്റ്സ് കൊടുത്തോണ്ടിരുന്നതും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതും ഒക്കെ മനാഫാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇത്രയും വലിയൊരു ഇതാണ്. അപ്പൊ ആ ഒരു സംഭവത്തില് നല്ലൊരു പേര് കിട്ടാനും നല്ലൊരു എന്താ പറയുക അറിയപ്പെടാനും, അതുപോലെ തന്നെ അതുവഴി ഒരുപാട് നേതാക്കളെയും പല പല രാഷ്ട്രീയക്കാരെയും പരിചയപ്പെടാനും ആ പരിചയം മുന്നോട്ടുള്ള തന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്താനും ഒക്കെ സാധിക്കുമെന്ന് മനാഫിന് അറിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് പറഞ്ഞ അർജുനോട് ഇഷ്ടമില്ല എന്നൊന്നും പറയുന്നില്ല. ബട്ട് അതൊക്കെ ഒരു ലക്ഷ്യമായിരുന്നു എന്നുള്ളത് പുള്ളിയുടെ മീഡിയയുടെ മുമ്പിലുള്ള പ്രത്യക്ഷപ്പെടുന്ന ആ ഫ്രീക്വൻസിയും കാര്യങ്ങളും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ആ ഫാമിലി തന്നെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ അടുത്ത് അവർക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഡെഫിനറ്റ്ലി മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതുപോലെയുള്ള മന്ത്രിമാരെല്ലാം അവരുടെ വീട്ടിൽ വന്ന് അവരെ കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്യും. എന്ത് ഹെൽപ്പ് വേണേലും ചെയ്യാനുള്ള ഓഫർ ഒക്കെ ചെയ്യും. അപ്പൊ ആ ഫാമിലിക്ക് ഡയറക്റ്റ്
ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഇവരെല്ലാവരും കൂടെ പോകുന്നു. അപ്പോൾ ജിതിനെ വിളിക്കുന്നു. ജിതിൻ പറഞ്ഞു വേണ്ട, ഓൾറെഡി മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഇനി പോകുന്നില്ല, ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ പോയി എന്ന് പറയുമ്പോൾ ആ ഓഫീസിൽ ഒന്ന് പോവുക, അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുക, അതൊക്കെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു. ബിക്കോസ് കുടുംബത്തിന് ഉറപ്പുണ്ടല്ലോ, ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ കുടുംബം പോവാത്തെ. തന്നെയല്ല, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കൊരാൾ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പ് തന്നു കഴിഞ്ഞാൽ പിന്നെയും പോയി അവരെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് ദേഷ്യം തോന്നുക അന്നാ 2 ദിവസം കഴിഞ്ഞേ ചെയ്യുന്നുള്ളൂ എന്ന് തോന്നാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പരിധി കൂടുതൽ ഒരാളെ ഒരു കാര്യത്തിൽ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ള ഒരു മാനസികാവസ്ഥയും കൂടെ ആ ഫാമിലിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പുള്ളിയുടെ ഇന്റൻഷൻ വേറെ ആയിരുന്നതുകൊണ്ടാണ് ഫാമിലി പോലും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കില്ലാത്ത എന്തോ എനിക്കുണ്ട്, ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പോയത്. നന്ദികെട്ട കുടുംബം എന്ന് പറഞ്ഞ് ഒരുപാട് കമന്റ്സ് കാണുന്നു ഇന്നലത്തെ പ്രസ് മീറ്റിന് ശേഷം. ശരിക്കും അവരെന്ത് നന്ദികേടാ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മനാഫ് എന്ന് പറഞ്ഞ ഒരാൾ വിചാരിച്ചിട്ട് മാത്രമൊന്നും അല്ല ഇത് നടന്നിരിക്കുന്നത്. കാരണം കുടുംബം അപ്പൊ ആരുമായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടില്ല, കുടുംബം മിണ്ടാതെ വീട്ടിലിരിക്കുകയായിരുന്നു. മനാഫാണ് എല്ലാരെയും കോണ്ടാക്ട് ചെയ്തതെന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും പല മന്ത്രിമാരും MLA മാരും ഒക്കെ കുടുംബത്തിൽ ചെന്നിട്ടുണ്ട്, സഹായം ഓഫർ ചെയ്തിട്ടുണ്ട്, ഇവര് ഫോൺ കോൾ ചെയ്ത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്രത്തോളം ഹെൽപ്പുകൾ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോ വരുന്നത് മൊത്തം, ഇപ്പൊ മീഡിയയിൽ മൊത്തം മനാഫാണ് അർജുനെ കണ്ടുപിടിച്ചത്, അതിനുള്ള എഫേർട്ട് എല്ലാം എടുത്തത് മനാഫാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് വരുന്നത്. അപ്പൊ കുടുംബം നോക്കുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാർ. അവരുടെ ആരുടെയും പേരും വരുന്നില്ല, ഒന്നും വരുന്നില്ല. മനാഫ് പിന്നെ രാഷ്ട്രീയക്കാരെ എല്ലാം പൊക്കി പറയുന്നുണ്ട്, ബിക്കോസ് അതൊക്കെ നാളെ ആവശ്യമുള്ള കാര്യങ്ങളാണ്, അതെല്ലാം പൊക്കി പറയുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഇവർക്ക് ഒരുപാട് തരത്തിലുള്ള ഹെൽപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് മനാഫിന്റെ ഭാഗത്ത് നിന്ന് 2ാം ഘട്ട തെരച്ചിലിന് ശേഷം ഇവർക്കുണ്ടായ തിരിച്ചടികളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മനാഫുമായിട്ട് ഇവർക്കുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പിന്നെയും മനാഫ് വന്ന് കരഞ്ഞു മെഴുകുന്നതും അയാളെ ഇതുപോലെ ആൾക്കാർ പൊക്കി പറയുന്നതും ഒക്കെ കാണുമ്പോൾ റിയലായിട്ട് ചെയ്ത പല ആൾക്കാരും അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നുമില്ല. ഇയാൾ ആവശ്യമില്ലാത്തൊരു ഹൈപ്പ് നേടുന്നു. അത് തീർച്ചയായിട്ടും കുടുംബത്തിന് ദേഷ്യം ഉണ്ടാക്കും. അത് അവർ തുറന്നു പറയും. അതിന് നന്ദി കെട്ട കുടുംബം എന്ന് പറഞ്ഞ് എന്തൊക്കെയാ അവര് പറയുന്നേ? അർജുന്റെ ഭാര്യയ്ക്ക് കൊടുത്ത ജോലി തിരിച്ചെടുക്കുക, അവർക്ക് അതിന്റെ ആവശ്യമില്ല, അവര് പൈസയൊന്നും വേണ്ട എന്നൊക്കെയാണ് വന്നിരുന്ന് പറയുന്നത്. അത്ര അഹങ്കാരത്തിലാണ് സംസാരിക്കുന്നതെന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടു. അവര് പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് അർജുന്റെ പേരിൽ പിരിവെടുത്ത് ജീവിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം അവർക്ക് പൈസ വേണ്ടാന്നോ അല്ലെങ്കിൽ അവർ ഭയങ്കര റിച്ച് ആണെന്നോ അല്ല. അത് അവർക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, സഹതാപം കാണിച്ച് കാശുണ്ടാക്കി ജീവിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഇടയിൽ തന്നെ ആരോ ഒരു കവർ കൊണ്ട് കൊടുത്തു, വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരെല്ലാം കൂടെ കൊണ്ട് കൊടുത്ത് ഫോട്ടോ എടുത്തൊരു സംഭവമൊക്കെ അവർ പറയുന്നുണ്ട്. അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ വേണ്ട എന്ന് പറഞ്ഞ് പിന്നെയും കൊടുത്തപ്പോൾ ചിലപ്പം ജസ്റ്റ് മേടിച്ചിട്ടുണ്ടാവും. അതിനകത്ത് എന്തോ 2000 രൂപ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇനി അവരത് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പേരിൽ ഒരുപാട് പേര് ഇവർക്ക് ഓഫർ ചെയ്യുന്നു, ഒരുപാട് പേര് അവർക്ക് ഓഫർ ചെയ്യുന്നതായിട്ടൊക്കെ ഇവർ അറിയുന്നു. ബട്ട് അവര് കുറച്ച് ആത്മാഭിമാനം ഉള്ളത് കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത് വേണ്ട, ഞങ്ങൾക്കും തരണ്ട, ഞങ്ങളുടെ പേരിൽ ആർക്കും കൊടുക്കണ്ട എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഒരു കൂട്ടർ പറയുന്നുണ്ടായിരുന്നു, ഇത്ര നാളായിട്ട് ഇവർക്ക് യാതൊരു അലിഗേഷനും മനാഫിനെതിരെ ഇല്ലായിരുന്നു, ഇപ്പൊ ബോഡി എല്ലാം കിട്ടിക്കഴിഞ്ഞ് അടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി വന്നിത് പറയുന്നത് വളരെ മോശമാണെന്നുള്ളത്. ഇത്രയും നാളും അവർ മിണ്ടാതിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് പുറത്തറിയുമ്പോഴും, ഇവർ തമ്മിൽ ഒരു ഓപ്പൺ ഫൈറ്റോ കാര്യങ്ങളോ വരുന്നു എന്നുള്ളത് പുറത്തറിയുമ്പോഴും അതൊക്കെ ഈ അന്വേഷണത്തിനെ ബാധിക്കും. അപ്പൊ അത് കാരണം ഇങ്ങനെയുള്ള കുറച്ച് ഷോ ഓഫും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അത് ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, എല്ലാം അറിയാം. ഇന്റേണലി അവർക്ക് അതെല്ലാം അറിയാം. ബട്ട് അതുകൂടെ എടുത്ത് പുറത്തിട്ടിട്ട് അത് അന്വേഷണത്തെ ഒരു രീതിയിലും ബാധിക്കാതിരിക്കാൻ ആൾക്കാരൊക്കെ എന്താ പറയുന്നത്, ഓൾറെഡി സൈബർ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അറ്റാക്ക് വന്നിട്ട് മറ്റ് പല രീതിയിലും അത് അവർക്ക് ദോഷം ചെയ്യാതിരിക്കാൻ അവർ മിണ്ടാതിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് പ്രസ് മീറ്റിന് ഇറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവര് നേരത്തെ തടയിട്ടതാണ്. ബിക്കോസ് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ അയാളുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല, ഇതിനകത്ത് പറയുന്നത് കേട്ടതാണ്. അപ്പൊ പുള്ളിയുടെ പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, എല്ലാത്തിനകത്തും ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. പുള്ളി നേരത്തെ അത് കോട്ട് ചെയ്തുകൊണ്ട് വരുന്ന പോലൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പം അങ്ങനെ പുള്ളിക്ക് ഈ ഒരു ഹൈപ്പ് മറ്റ് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാനായിട്ട് പുള്ളി അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുടുംബത്തെ ചീത്ത വിളിക്കാനിരിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആ കാര്യം. ഭിന്നശേഷിക്കാരനായ അനിയനുള്ള ഒരു നിഖിലിനെ നമ്മൾ കുറച്ചുനാൾ മുമ്പ് പരിചയപ്പെട്ടായിരുന്നു. അമ്മയ്ക്കും വയ്യ, അനിയനും വയ്യ,
അച്ഛൻ മരിച്ചുപോയ ഒരു നിഖിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് സ്വന്തമായിട്ട് അനിയന്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കിയ ഒരു നിഖിലിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ നിഖിലിന്റെ വീട്ടില് ഒരമ്മ ഞാൻ എല്ലാ രീതിയിലും ഇവരെ സഹായിച്ചോളാം എന്ന് പറഞ്ഞ് താമസിക്കാനായിട്ട് കയറി വന്നു. അന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഇത് ആരാണ്, എന്താണ്, ഏതാണ്, ഇവരുടെ ഇന്റൻഷൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാതെ ഇവരെ വിളിച്ച് വീട്ടിൽ താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. പിൽക്കാലത്ത് നമുക്കത് മനസ്സിലാവുകയും ചെയ്തു. ബിക്കോസ് നിഖിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇവർ ഹൈപ്പിന് വേണ്ടി മാത്രം ചെയ്തതാണ്, അല്ലാതെ ഞങ്ങൾക്കൊരു ഗുണത്തിനും വേണ്ടി ചെയ്തതല്ല. അവരെയും കൊണ്ട് പിന്നീട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായത്, അവരെ പിന്നെ പറഞ്ഞു വിടുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം മറ്റേ ശ്രുതി, മണ്ണിടിച്ചിലിൽ പ്രശ്നമുണ്ടായ ഇപ്പൊ ആക്സിഡന്റിൽ കിടക്കുന്ന ശ്രുതി, ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ കേൾക്കാം ഇപ്പൊ ശ്രുതിക്ക് സഹായകരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ ആരൊക്കെ ജെനുവിനാണ് ആരൊക്കെ ജെനുവിൻ അല്ല എന്നുള്ളത് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ആ കുട്ടി പോലും വിശ്വസിച്ചിരിക്കുന്ന പല ആൾക്കാരും ഇതുപോലുള്ള പല ഹൈപ്പിന് വേണ്ടിയും വന്നിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പോയിന്റ് കഴിയുമ്പോൾ, ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, അവർക്ക് നേടാനുള്ളതെല്ലാം നേടിയതിനു ശേഷം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മളുടെ അവസ്ഥയെ ഇവര് യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു ഇവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മനാഫ് ഒന്നും ചെയ്തിട്ടില്ല, വെറും നന്ദി കെട്ടവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ആ എടുത്ത എഫേർട്ടിന്റെ ഒക്കെ ഒരു ഫലം അദ്ദേഹം മറ്റൊരു സൈഡിൽ കൂടെ ഇച്ഛിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി പാരലലി അത് വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇപ്പൊ സ്വീകരണങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഒന്നും ഇച്ഛിക്കാത്ത ഒരാളാണെങ്കിൽ അയ്യോ എനിക്ക് സ്വീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സഹോദരന് വേണ്ടി, എൻ്റെ ഒരു അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം, അവനെ കിട്ടി സന്തോഷം, അതിൻ്റെ പേരിൽ ഒരു സ്വീകരണം ഒന്നും ഞാൻ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറാതെ സ്വീകരണത്തിന് പോകുന്നു, ചാനൽ തുടങ്ങുന്നു. ഇത് തന്നെ ഒരു പ്രതിഫലേച്ഛ വെച്ചിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ അറിയാത്ത മറ്റേതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, ഒരുപാട് തരത്തിലുള്ള പിടിപാടുകൾ ഈ ഒരു കാര്യത്തിന്റെ മേൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് പുള്ളിയുടെ മുന്നോട്ടുള്ള പല കാര്യത്തിനും പുള്ളിക്ക് ഗുണം ചെയ്യും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ വലിയൊരു ചാരിറ്റി നടത്തുന്ന ഒരാൾ, ഇങ്ങനെയൊക്കെ ആയി തീരാനുള്ള ഒരു ബേസ് ആണ് പുള്ളി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കുറച്ചൊരു കുരുട്ടുബുദ്ധി ഒക്കെ ഉള്ള ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മളുടെ ആളുകൾ പലപ്പോഴും പല കുഴിയിലും ചെന്ന് ചാടുന്നത്. അർജുന്റെ കുടുംബത്തിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള മെസ്സേജസ് ഒന്നും കണ്ട് ഹേർട്ട് ആവാതിരിക്കുക, അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല, ബിക്കോസ് ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇവർ ഈ പറയുന്ന പോലത്തെ തെറ്റുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, പിന്നെ അതിനെ ഞങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി മനാഫ് വളർന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ കുറച്ചും കൂടെ ഹൈപ്പ് ഇപ്പൊ കിട്ടി, ഇനി അത് പുള്ളി വളർന്നുകൊണ്ടിരിക്കും. അപ്പം ആ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ചവിട്ടി താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളത് മൈൻഡ് ചെയ്യാതെ മുമ്പ് പറഞ്ഞതുപോലെ അഭിമാനത്തോടെ അധ്വാനിച്ച് ജീവിക്കൂ. അല്ലാതെ ഇതിനൊന്നും ചെവി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊന്നും നിങ്ങളെ യാതൊരു രീതിയിലും ബാധിക്കത്തില്ല. ഇപ്പം ആ കൊച്ചു പയ്യനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇത്രയും വൈകാരികമായിട്ട് അർജുന്റെ ബ്രദറൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോലിക്കൊക്കെ ചെല്ലുന്ന സ്ഥലത്താണെങ്കിലും ആളുകളൊക്കെ മനസ്സിൽ ചിന്തിക്കത്തില്ലേ, ഇഷ്ടംപോലെ കാശ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മനാഫ് പറയുന്ന പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവർക്ക് മറ്റു തരത്തിലുള്ള ഒരുപാട് ഇതുണ്ട് എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ഇത് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ആ ഒരു സാധനമൊന്നും അവർക്ക് വേണ്ട. അവർക്ക് അധ്വാനിച്ച് ജീവിക്കാൻ അവർ തയ്യാറാണ്, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ അവർ തയ്യാറാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ വിട്ടേക്കൂ എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ അതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുന്റെ കുടുംബം ആ റിയാലിറ്റി മനസ്സിലാക്കി അഭിമാനത്തോടുകൂടി അധ്വാനിച്ച് മുന്നോട്ട് പോവുക, സന്തോഷമായി ജീവിക്കുക.